ആര്യൻ കാണിച്ചത് ശരിക്കും വൃത്തികേടാണോ? നമ്മുടെ സരിക പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതുപോലെ തന്നെ രേണുസുതി ഈ കിടന്ന് കാണിക്കുന്ന അലമ്പ് അത് രേണുസുതിയുടെ ഡ്രാമയാണോ? രേണുസുതി പുറത്ത് കാണിച്ച ഒരു ഡ്രാമയുടെ അതേ ചീത്തപ്പേര് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്റെ പക്ഷം എന്തെന്നുള്ളത് ഞാൻ ആ സംഭവം വരുമ്പോൾ പറയാം. അതിന്റെ കൂടെ ഇപ്പോൾ നോമിനേഷന്റെ കംപ്ലീറ്റ് ലിസ്റ്റ്, അതായത് നോമിനേറ്റ് ചെയ്ത വ്യക്തികളുടെ ടോട്ടൽ ലിസ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ലൈവ് അപ്ഡേഷൻ ആണ്. അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോ. അപ്പോൾ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത് അനുമോളിനെയാണ്. അപ്പോൾ ആദ്യത്തെ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അനുമോളിനെ ആദ്യം വിളിച്ചതുകൊണ്ട് അനുമോൾക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അനുമോൾ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയാണ്. ജിസേലിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അനുമോൾ പറഞ്ഞത് അത്ര ആക്റ്റീവായിട്ട് കളിക്കുന്നില്ല, ആരടുത്തും മിങ്കിൾ ആകുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് ആ നോമിനേഷൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മോട്ടിവേഷനും ഒരു ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള എല്ലാം ഒരു എബിലിറ്റിയും നമ്മുടെ ജിസേൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ജിസേലിനെ പിന്തിരിപ്പിച്ചത് രേണുസുതിയാണ്. അതെവിടെയെന്നുള്ളത് ഞാൻ പറയാം. രണ്ടാമതായിട്ട് നമ്മുടെ അനുമോള് പറഞ്ഞത് മുൻഷിയുടെ പേരാണ്. മുൻഷി രഞ്ജിത്തിന്റെ പേര് പറയാൻ കാരണമായിട്ട് പറഞ്ഞതെന്ന് പറയുന്നത് അനുമോളിനെ ടാർഗറ്റ് ചെയ്യുന്നൊന്നുമില്ല, പറഞ്ഞില്ല. പകരം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാത്തിനും വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് അവിടെ ഒന്നും കാണിക്കുന്നില്ല. ഒരിടത്തിരുന്ന് താത്വികമായി അവലോകനം ചെയ്യുന്ന രഞ്ജിത്തിനെയാണ് കൂടുതലും കാണുന്നത്. പക്ഷെ അനുമോളിനോട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അനുമോളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോള് അവിടെ അത് നോമിനേറ്റ് ചെയ്തതിനോട് എനിക്ക് താല്പര്യം തോന്നിയില്ല. പക്ഷെ രഞ്ജിത്ത് നന്നായിട്ട് കളിക്കുന്നു എന്നൊരു അഭിപ്രായമില്ല. രണ്ടാമതായിട്ട് ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത് ആര്യനെയാണ്. ആര്യൻ പറഞ്ഞ പേര്, ശൈത്യയുടെ പേര് പറയുന്നുണ്ട്. ശൈത്യ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. പിന്നെ ആ ഒരു ലിപ്സ്റ്റിക് ടാസ്കിന്റെ കാര്യം എല്ലാവരും ശൈത്യയെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നിരിക്കുന്നത് ശൈത്യക്കാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ആര്യന് വല്ലാത്തൊരു അബദ്ധം പറ്റി. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഇത്ര മണിക്കൂറായിട്ടും ഇതുവരെയും എല്ലാവരുടെയും പേര് പഠിച്ചിട്ടില്ല. അത് ആര്യന്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. ആര്യന്റെ സ്ലാങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ആര്യന് പേരുകൾ പഠിക്കാമായിരുന്നു. അപ്പോൾ ആര്യൻ പറഞ്ഞത് നെവിനെയാണ്. പക്ഷേ ആ പേര് 2 വട്ടം ബിഗ് ബോസ് ഇറക്കി വിട്ട് പോയി പഠിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് പോലും 2 വട്ടവും തെറ്റിച്ചു. പിന്നെ അവസാനം അത് കറക്റ്റായിട്ട് നോക്കി നെവിൻ എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആര്യൻ നെവിനെ കുറിച്ച് പറഞ്ഞതും അത്ര ആക്റ്റീവ് അല്ല എന്നൊക്കെയാണ്. ഈ പേര് പഠിക്കാതെ ആര്യനപ്പോ എത്ര ആക്റ്റീവായിട്ട് എന്ത് കാര്യം എന്നാണ് എനിക്ക് അന്നേരം തോന്നിയത്. പേര് പഠിക്കണമായിരുന്നു. ഇനി അടുത്തത് ആര്യന് വീണ്ടും അബദ്ധം പറ്റി. പക്ഷെ ആ അബദ്ധം ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഈ ഒരു ടെൻഷനും പേടിയും ഒക്കെ കൊണ്ട് ആര്യന് സംഭവിച്ചു പോയ ഒരു അബദ്ധമാണ്. അതായത് സരികയെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ബിഗ് ബോസിന്റെ ആ ഒരു എല്ലാവരും ലിവിങ്ങിലിരിക്കുമ്പോൾ ആര്യൻ പോയി സരിക എന്ന് പറഞ്ഞു. പക്ഷെ സരിക അന്നേരം എടുത്തു ചോദിച്ചു ശാരികയാണോ സരികയാണോ എന്ന്. ആ എടുത്തു ചോദിച്ചപ്പോഴത്തേക്കും വീണ്ടും ആര്യന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആര്യൻ പറഞ്ഞ പേര് ശാരികയുടെ പേരാ. അങ്ങനെ ശാരിക ഇതും കേട്ടുകൊണ്ട് നോമിനേഷൻ റൂമിലേക്ക് പോയി. പക്ഷെ അവിടെ ബിഗ് ബോസിന്റെ അടുത്ത് ശാരിക ചെന്നിരുന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ആര്യനോട് പോയി ചോദിക്കുക ആരെയാണ് വിളിച്ചതെന്ന്. അങ്ങനെ ശാരിക അത് വലിയ കാര്യം പൊക്കി പിടിച്ചുകൊണ്ട് അവിടോട്ട് വന്നിട്ട് പറഞ്ഞു ആര്യൻ നിന്നോട് ചോദിക്കാൻ പറഞ്ഞു ആരെയാണ് വിളിച്ചതെന്ന്. ആര്യൻ പെട്ടെന്ന് പറഞ്ഞ മറുപടി ഞാൻ കറക്റ്റ് ആയിരുന്നു പറഞ്ഞത്, നിങ്ങളെല്ലാവരുമാണ് എന്നെ തെറ്റിച്ചത് എന്ന്. ശരിക്കും പറഞ്ഞാൽ ആര്യൻ പറഞ്ഞത് ശരിയായിരുന്നു, സരിക എന്നായിരുന്നു. പക്ഷെ എടുത്തു ചോദിച്ചപ്പോൾ ആര്യനെ ആരും തെറ്റിച്ചിട്ടില്ല. ആര്യന് തന്നെ തെറ്റുപറ്റിപ്പോയതാണ്, ശാരികയെ ആക്കിയതാണ്. അപ്പോൾ അത് ആ സമയത്ത് സംഭവിച്ചു പോകാവുന്ന ഒരു തെറ്റാണ്. കാരണം വെച്ചാൽ ഓൾറെഡി ആര്യൻ പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം സരിക വരുന്നുണ്ട്, കറക്റ്റായിട്ട് സരിക വരുന്നുണ്ട്. പക്ഷേ സരികയുടെ നോമിനേഷൻ ഒരു വല്ലാത്ത നോമിനേഷൻ ആയി പോയി. സരിക പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞ പേര് ആര്യനെ കുറിച്ചാണ്. അതായത് ആര്യനെ കുറിച്ച് പറഞ്ഞ 2 കാരണങ്ങളുണ്ട്. ആ ഒരു ആദ്യത്തെ ആ ഒരു ബാൻഡിന്റെ ഒരു ഗെയിം വരുന്നുണ്ട്. ആ ഗെയിമിൽ ആര്യൻ ശരിക്കും പറഞ്ഞാൽ അത് തട്ടിപ്പറിക്കാനായിട്ട് നമ്മുടെ സരിക ശ്രമിക്കുമ്പോൾ എന്നാ എന്നെ ഇങ്ങനെ പിടിച്ചോ, എന്നാ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോ എന്ന് പറഞ്ഞതായിട്ട് അങ്ങനെ ഒരു ആരോപണം സരിക ആര്യനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ബാത്റൂമിൽ വെച്ചിട്ടും ഇതേപോലെ സരികയോട് മോശമായി സംസാരിച്ചു എന്നുകൂടി പറഞ്ഞാണ് നിർത്തുന്നത്. അതിന്റെ കാരണം അതിന്
പിന്നെ അത് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് സരിക തന്നെ പറയുന്നത്, ഇത്തരത്തിലൊരാളാണ് എൻ്റെ സഹമത്സരാർത്ഥി എങ്കിൽ എന്നെക്കുറിച്ച് പുറത്ത് ഇത് വിശ്വസിക്കുന്ന, അത് എന്താണ് പുറത്ത് വരുന്നതെന്ന് അറിയില്ലല്ലോ, വിശ്വസിക്കുന്ന ഓഡിയൻസ് എന്നെ ഒരു മോശം സ്ത്രീയായിട്ട് കാണും, അതുകൊണ്ട് ഇങ്ങനെ ഒരു സഹമത്സരാർത്ഥി എനിക്ക് വേണ്ട എന്ന് സരിക പറയുന്നുണ്ട്. അപ്പോൾ ആര്യനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യം ഇത് ആര്യന് നല്ലൊരു തിരിച്ചടി ആകുമോ? ഇത് ബിഗ് ബോസ് ചോദിക്കുമോ? ഇത് ലാലേട്ടൻ ചോദിക്കുമോ? ഏതായാലും ശരി, അത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനുശേഷം സരിക പറഞ്ഞ മറ്റൊരു പേരെന്ന് പറയുന്നത് ഒനീലാണ്. ശരിക്കും അത് ഒനീലിനെ കുറിച്ച് സരിക പറഞ്ഞതും വളരെ കൃത്യമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. അതായത് ആ ഗെയിമിന് വേണ്ടിയിട്ട് കിടന്ന് തല്ല് പിടിച്ചൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ, അതായത് ആ ഒരു രാത്രി തന്നെ. ആ സമയത്ത് തല്ല് പിടിച്ചപ്പോൾ ഒനീലിൻ്റെ അടുത്ത് സരിക പറഞ്ഞു, വന്നത് വേടിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർ, ആ ഒരു ബാൻഡ് വേടിക്കാൻ. അപ്പൊ പറഞ്ഞു, ഓ ഇന്ന് ഞാൻ ഇല്ല, നാളെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം, നിങ്ങൾ കിടന്ന് അടിയുണ്ടാക്ക് എന്ന രീതിയിൽ ഒനീൽ പറഞ്ഞതായിട്ട് സരിക അവിടെ പറഞ്ഞു. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിങ്ങും ശരിക്കും പറഞ്ഞാൽ സരിക രണ്ടുപേരുടെയും, ആ സരികയുടെ ആ ഒരു നോമിനേഷന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി, മികച്ചതായിട്ട് തോന്നി. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ കേൾക്കണം, എന്നിട്ടേ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം അക്ബറാണ് വരുന്നത്. അക്ബർ ഷാനവാസിനെ നന്നായിട്ട് പറയുന്നുണ്ട്, ഒപ്പം അഭിലാഷിനെയും പറയുന്നുണ്ട്. ഈ രണ്ടുപേരും, അതായത് അക്ബറിനെ ഷാനവാസും അതുപോലെ അഭിലാഷും നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ഞാൻ നോമിനേറ്റ് ചെയ്യില്ല, പകരം നോമിനേറ്റ് ചെയ്തത് മുൻഷിനെയും ആദില നൂറ കപ്പിൾസിനെയുമാണ്. അതായത് മുൻഷിക്ക് ആ ഒരു കറേജ് ഇല്ല, അത്രയ്ക്കും കോണ്ടന്റ് ഒന്നും തരാനുള്ള കറേജ് ഇല്ല. പിന്നെ ആദില ആൻഡ് നൂറ രണ്ടുപേരുണ്ട് ഒറ്റ മത്സരാർത്ഥിയായിട്ട്, പക്ഷെ ഒരാൾ കളിക്കുന്ന കണക്ക് പോലും ഇഫക്റ്റീവ് അല്ല എന്ന് അക്ബർ പറയുന്നുണ്ട്. പിന്നെ ബിൻസി വരുന്നുണ്ട്. ബിൻസി നോമിനേറ്റ് ചെയ്തത് ഷൈത്യയെയും നെവിനെയുമാണ്. പിന്നെ ഒനീല് വരുന്നുണ്ട്. ഒനീല് ജിസേലിനെയും ഷൈത്യയെയുമാണ്. അതുപോലെ ബിന്നി വരുന്നുണ്ട്, ഷൈത്യയെയും മുൻഷിയെയുമാണ്. ഇവര് 3 പേരും, അതായത് ഈ പറഞ്ഞതിൽ ബിൻസി, ഒനീല്, ബിന്നി, ഇവര് 3 പേരും ഷൈത്യയുടെ പേര് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ ഷൈത്യയുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ലിപ്സ്റ്റിക്ക്, ഒന്ന് ആക്റ്റീവ് അല്ല. ലിപ്സ്റ്റിക്കിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ഉൾപ്പെടെ അവിടെ വെച്ചപ്പോൾ അത് ഇവരൊക്കെ പോയി എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ എടുത്ത് ഉപയോഗിച്ച കൂട്ടത്തിൽ ഷൈത്യ ഉണ്ട്. ഷൈത്യ ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് ഉപയോഗിക്കേണ്ട, ഇത് എടുക്കണ്ട, എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. പക്ഷെ ബിഗ് ബോസ് ഇത് ചോദിക്കുമ്പോൾ ഷൈത്യ പെട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതായിട്ട് ഇവരെല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ബാക്കി ഇവരെല്ലാവരും ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലാണ്. ഷൈത്യ, നവീനെ, ബിൻസി നോമിനേറ്റ് ചെയ്തു. ജിസേല്, ഷൈത്യ, ഒനീല് നോമിനേറ്റ് ചെയ്തു. ഷൈത്യ, മുൻഷി, ബിന്നി നോമിനേറ്റ് ചെയ്തു. ഇനി അടുത്തത് അഭിലാഷാണ്. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആരെയാണെന്ന് അറിയാമോ? രേണു സുധീനെ. രേണു സുധിയുടെ പേര് നോമിനേഷനിൽ ഇതുവരെ വന്നില്ലായിരുന്നു. പക്ഷെ അഭിലാഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രേണു സുധീനെയാണ്. അഭിലാഷ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതും രേണു സുധീനെയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ പ്രൊമോയിൽ കണ്ടു കാണും ആ ഒരു വീഡിയോ, രേണു സുധിയും അഭിലാഷും തമ്മിലുള്ള വൈറൽ അടിയുടെ വീഡിയോ. അപ്പോൾ എന്തൊക്കെയോ അഭിലാഷിന് രേണുവിനെ ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു പുറത്തെ വൈറൽ കോണ്ടന്റുകൾ തന്നെയാണ് അഭിലാഷിനെ പ്രൊവോക്ക് ചെയ്യുന്നത്. അതായത് ഈ അടി നടക്കുന്ന സമയത്ത് രേണു സുധിയുടെ ഡ്രാമയാണ്. തലവേദന കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പ് ഇല്ല എന്ന് പറയുന്നു. ഇതിനൊപ്പം നിൽക്കുന്ന അപ്പാനി ശരത്തിനെ നമ്മൾ കാണുന്നുണ്ട് പ്രൊമോയിൽ. അപ്പോൾ ഈ സ്ഥിതിക്ക് രേണു സുധിയെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ, പുറത്തുനിന്നുള്ള കാരണങ്ങൾ വെച്ച് തന്നെയാണ് ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്. തലവേദനയുടെ കാര്യം ഞാൻ അതൊന്നുകൂടെ പറയാം. അപ്പോൾ ഏതായാലും ശരി, അഭിലാഷ് രേണു സുധിയെ നോമിനേറ്റ് ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് ആരോടും മിണ്ടുന്നില്ല, മാറി നിൽക്കുന്നു എന്നാണ്. പിന്നെ അതുപോലെ അഭിലാഷ് നോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരാളെന്ന് പറയുന്നത് ആര്യനാണ്. ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ കാരണം മോർണിംഗ് ഒരു ഇഷ്യൂ നടന്നല്ലോ നമ്മുടെ അനീഷുമായിട്ട്. അങ്ങനെ അനീഷുമായിട്ട് ആ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം, ആ അനീഷുമായിട്ട് നടന്ന ഇഷ്യൂവിൽ അഭിലാഷ് അനീഷിനെതിരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ആര്യനോട് പിന്നീട് അനീഷ് മലയാളം വായിക്കാൻ പറയുന്ന സമയത്ത് ആര്യൻ പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കാണിക്കില്ല, അതിന്റെ കാര്യമില്ല. അതൊരു ധാർഷ്ട്യമായിട്ട് അഭിലാഷിന് തോന്നിയത് കൊണ്ടാണ് ആ ഒരു നോമിനേഷൻ അവിടെ നടന്നത്. അതായത് അഭിലാഷ് അതുകൊണ്ടാണ് ആര്യനെ നോമിനേറ്റ് ചെയ്തത്. അടുത്തത് റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നെവിനെയും ഷൈത്യയുമാണ്. ഷൈത്യ സെയിം, ഒരുപാട് പേരുടെ ലിസ്റ്റിൽ ഷൈത്യ ഉണ്ട്. ഷൈത്യ എന്തായാലും ശരി നോമിനേഷനകത്ത് ഉണ്ടായിരിക്കും. നോമിനേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു തരത്തിൽ, അതായത് എവിക്ഷൻ ലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഷൈത്യ ഉണ്ട്. ഇനി അത് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ഓഡിയൻസിന്റെ കയ്യിലിരിക്കുകയാണ്. അത് ലിപ്സ്റ്റിക് കേസിലാണ് റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രഞ്ജിത്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷൈത്യ, സെയിം ഷൈത്യ.
പിന്നെ ജിസേലിന് ഭാഷ അറിയാത്തത് കൊണ്ട്, പിന്നെ അതുപോലെ തന്നെ രഞ്ജിത്ത് പറയുന്നൊരു കാര്യം, ജിസേലിന് ഫുഡൊക്കെ വേണം, കോഫി വേണം, ചായ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, ആളെ അങ്ങ് പറഞ്ഞു വിട്ടേരെ എന്നാണ് മുൻഷി പറയുന്നത്. പക്ഷേ മുൻഷിയുടെ നോമിനേഷൻ മുൻഷി വല്ലാന്തങ്ങ്, അത് ആളുടെ ഒരു ഓൺ ക്യാരക്ടറാണോ ഓൺ സംസാരം അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല, കുറച്ചങ്ങ് വാചാലനായി ഒരു കഥാപ്രസംഗം സംസാരിക്കുന്നത് പോലെയൊക്കെ മുൻഷി സംസാരിക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇത് ഇത്തിരി കഷ്ടമാണ്, ഇങ്ങനൊന്നും എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ താല്പര്യമൊന്നും ഇല്ല, പിന്നെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ചെയ്യുന്നു, എനിക്ക് ഇന്ന ആൾക്കാരെയാണ് നോമിനേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ശൈത്യയെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഞാൻ കാത്തിരുന്ന ഒരു നോമിനേഷൻ നടത്തേണ്ട ഒരാളെന്ന് പറയുന്നത് ജിസേൽ ആയിരുന്നു. ജിസേൽ പറഞ്ഞത് രേണു സുധീനെയാണ്. അപ്പോൾ അഭിലാഷ് രേണു സുധീനെ നോമിനേറ്റ് ചെയ്തു, പിന്നെ ജിസേലാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം പറയുന്നത്, അന്ന് രാത്രി ആ അടി ഉണ്ടാക്കിയ സമയത്ത് ജിസേൽ രേണു സുധിയോട് ദാ ബാൻഡ് വന്ന് വേടിക്ക്, തട്ടിപ്പറിക്ക് എന്നൊക്കെ കിടന്ന് പറഞ്ഞു. പക്ഷെ രേണു സുധി അന്നേരം പറഞ്ഞു, ഓ വലിയ മൂഡില്ലാന്നേ, പോന്ന്. അതായത് നമ്മുടെ ജിസേൽ ശരിക്കും നല്ലൊരു ഗെയിം സ്പിരിറ്റിലൊക്കെ വന്നപ്പോഴത്തേക്കും രേണു സുധി ആക്റ്റീവായിട്ട് ആ സമയത്ത് അടിയുണ്ടാക്കി കളിക്കാത്തത് കൊണ്ട് ജിസേലിനൊരു ഡീമോട്ടിവേഷൻ ആയി. അതാണ് സംഭവം. അതാണ് ജിസേലിന് രേണു സുധിയെ ഇഷ്ടപ്പെടാതെ പോയത്. അപ്പോൾ ഏതായാലും ശരി, ജിസേൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രേണുവിനെയാണ്. അതിനുശേഷം നോമിനേറ്റ് ചെയ്തത് ജിസേലിനും ആര്യന് കിട്ടിയ അതേ പണി കിട്ടി. അതായത് ശാരിക, സരിക. അതെന്തായാലും തെറ്റും. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും പേര് സ്പെല്ല് ചെയ്യുന്നതൊക്കെ ഒരുപോലൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതിനകത്ത് ആ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ശാരികയുടെ അവിടെ വഴങ്ങുന്നില്ല. അപ്പൊ ശാരിക കേബിനെയാണ് ജിസേൽ അവിടെ നോമിനേറ്റ് ചെയ്തത്. പക്ഷേ പറഞ്ഞത് അത് സരികയാണോ ശാരികയാണോ എന്ന് പുറത്തു വന്നപ്പോൾ മനസ്സിലായില്ല. അതുകൊണ്ട് വീണ്ടും തിരിച്ചുപോയി ബിഗ് ബോസിന്റെ അടുത്തുനിന്ന് ഈ പറയുന്ന പേര് ചോദിച്ചിട്ട് വരുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ ബിഗ് ബോസ് തന്നെ അന്നേരം ക്ലാരിറ്റി എടുക്കുന്നുണ്ട്, ഇത് ഏത് പേരാണ്, ഇങ്ങനൊരു മത്സരാർത്ഥി ഇവിടെ ഇല്ല, നിങ്ങൾ പോയി പഠിച്ചിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ശരി, വലിയ കുഴപ്പമില്ലാതെ, ആര്യന്റെ അത്രയും പ്രശ്നമില്ലാതെ ജിസേൽ അവിടെ രക്ഷപ്പെടുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു ഇനിഷ്യൽ KB എന്ന് പറയുമ്പോഴത്തേക്കും അത് ശാരിക KB ആണ് എന്ന് ജിസേലിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൂറ, ആദില, ശൈത്യയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി നോമിനേഷൻ ലിസ്റ്റുകളൊക്കെ നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോൾ പറയാം. കാരണം എന്ന് വെച്ചാൽ വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി അടുത്തൊരു കാര്യം, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ശൈത്യയുടെ പേരുണ്ടെന്നുള്ളത് ഉറപ്പിച്ചേ, പിന്നെ നെവിന്റെ പേരുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും. മൊത്തത്തിൽ ഒരു 7 പേരെ, ബിഗ് ബോസ് സീസൺ 7 7 പേരെയാണ് ആദ്യത്തെ നോമിനേഷൻ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, രേണു സുധിക്ക് എന്താണ് സംഭവിച്ചത്? രേണു സുധി ഇവർ ഈവനിങ്ങിന് എല്ലാവരും ഒന്നിച്ചിരുന്ന് പാട്ടും പാടി ഡാൻസ് കളിക്കുന്ന സമയത്ത് രേണു സുധി തലവേദനയാണെന്ന് പറഞ്ഞ് റൂമിൽ കയറി ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങനെ റൂമിൽ കയറി തലവേദനയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആള് ഫുഡ് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ രേണു സുധി അവിടെ കിടന്ന് വെക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അഭിലാഷ് ഇത് പിന്നെ അവിടെ ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് ഇത് ചോദിക്കുന്നുണ്ട്, ഒരു നിമിഷം കൊണ്ട് തലവേദന വരുന്നു, ഒരു നിമിഷം കൊണ്ട് തലവേദന മാറുന്നു എന്നൊക്കെ. അപ്പോൾ അതാണ് അവിടുത്തെ വിഷയം. പക്ഷെ ആ വിഷയത്തിന്റെ ക്ലാരിറ്റി ഇതുവരെ ലൈവില് മേ ബി ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈവിൽ വന്ന് കാണുമായിരിക്കും. കാരണം അതുമായിട്ട് അടുത്തൊരു സീൻ വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും ശരി, ഞാനും പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 രണ്ടാമത്തെ എപ്പിസോഡ്, ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. ഗ്രാൻഡ് ലോഞ്ച് മാത്രമല്ലേ നമ്മൾ കണ്ടോളൂ. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കാണുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ റിവ്യൂ, ബിഗ് ബോസ് സീസൺ 7 ഓൾ റിവ്യൂസ് നമ്മൾ സീരിയൽ ഗ്രാൻഡ്മയിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കാണുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ പറയുക, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ. കാരണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.